വേർഡ് ടു വേർഡ് ചാനലിലെ ദൈവവിളി എന്ന പേരുള്ള ഈ പ്രോഗ്രാമിൽ നിങ്ങളോടുകൂടെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് റവറൻഡ് ജേക്കബ് പി ദേവസ്യ. ഞാനിപ്പോൾ കണ്ണമൂല ഐക്യ വൈദിക സെമിനാരിയിലെ മതവിഭാഗം അധ്യാപകനായി സേവനം ചെയ്യുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ വ്യക്തമായ കാഴ്ചപ്പാടും ദർശനവും വിശുദ്ധ വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷ പ്രഘോഷണത്തിലൂടെ അല്ലെങ്കിൽ വചന പ്രഘോഷണത്തിലൂടെ ദൈവസഭയെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ വളർത്തി എടുക്കുകയും അജപാലന ശുശ്രൂഷയിലൂടെ സഭയെ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് ഒരുക്കിയെടുക്കുകയും ആരാധനാ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ സഭയെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒരു സമൂഹമായി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ത്രിതല വീക്ഷണം. വ്യക്തിപരമായി ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ വിളിച്ചതിൽ സർവശക്തനായ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ജീവിതത്തിലെ ചില വേദനകളുടെ പേരിൽ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്ത ഒരു വ്യക്തിയല്ല ഞാൻ. എന്നാൽ ഒരു പൗരോഹിത്യ കുടുംബത്തിൽ മിഷണറി പാരമ്പര്യമുള്ള, സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മാതാപിതാക്കന്മാരുടെ സന്തതിയായി ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ മാതൃ ഇടവക ദക്ഷിണേന്ത്യാ സഭയുടെ ഈസ്റ്റ് കേരള മഹാ ഇടവകയിലെ കണ്ണിക്കൽ സെൻറ് തോമസ് ദേവാലയമാണ്. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി അംഗത്വം എടുത്തിരിക്കുന്നത് മധ്യകേരള മഹാ ഇടവകയിലെ മുണ്ടക്കയം CSI ഇടവകയിലാണ്. 1816 കേരളത്തിലേക്ക് സുവിശേഷവുമായി കടന്നു വന്ന ചർച്ച് മിഷണറി സമൂഹത്തിലെ പ്രഗത്ഭനായ മിഷണറിയായിരുന്ന ഹെൻറി ബേക്കർ ജൂനിയർ മിഷണറി ഞങ്ങളുടെ ദേശത്ത് വന്ന് സുവിശേഷം ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് പറഞ്ഞതാണ് ഈ ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ടുള്ള ഏറ്റവും മുഖ്യമായ കാരണം. പിതാക്കന്മാരും മാതാക്കളും സുവിശേഷം അറിഞ്ഞതുകൊണ്ട് ദൈവം നൽകിയ മക്കളെ, തലമുറയെ ഈ ഒരു അനുഭവത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് മാതാപിതാക്കന്മാർക്കും എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സാധ്യമായി തീർന്നത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കണ്ണിക്കൽ സെൻറ് തോമസ് CSI ഇടവകയിലെ ഒരു കപ്പ്യാരായി ഏകദേശം 1.5 വർഷത്തോളം എൻ്റെ പിതാവ് ശുശ്രൂഷ ചെയ്തു. അത് തൻ്റെ 16ാമത്തെ വയസ്സിലാണ്. ആ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധ വേദപുസ്തകവുമായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി എൻ്റെ പിതാവ് ഞങ്ങളുടെ ദേശത്തോട് യാത്ര പറഞ്ഞ കഥ ഞങ്ങളോട് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഹൈറേഞ്ചിൻ്റെ പ്രദേശത്തും മധ്യ തിരുവിതാംകൂറിലും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എൻ്റെ പിതാവിനെ ദൈവം തമ്പുരാൻ എടുത്ത് ഉപയോഗിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് 2002 മെയ് മാസം 24-ാം തീയതിയാണ്. പൗരോഹിത്യ ശുശ്രൂഷയുടെ 22 വർഷം പൂർത്തീകരിച്ച് 23ാമത്തെ വർഷത്തിലാണ് ഞാനിപ്പോൾ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്രകാരമാണ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെയും അവരുടെ മാതാപിതാക്കന്മാരുടെയും സുവിശേഷത്തോടുള്ളതായ താല്പര്യമാണ് ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ മുഖാന്തരമായി ഭവിച്ചത്. പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന് ഞാൻ പറഞ്ഞു. സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുത്ത
എൻ്റെ വല്യപ്പച്ചൻ പരേതനായ PM മാനുവൽ ഉപദേശി ഞങ്ങളുടെ ഈസ്റ്റ് കേരളം മഹായിടവകയിലെ പ്രഗത്ഭനായ ഒരു സഞ്ചാര ഉപദേശിയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് സുവിശേഷം എത്തിക്കുവാൻ എൻ്റെ മാതാവിൻ്റെ പിതാവായിരുന്ന അദ്ദേഹത്തിന് ദൈവം അവസരം നൽകി. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരൻ ഒരു വൈദികനാണ്. പിതാവിൻ്റെ അമ്മാവൻ വെരിയറൻ PD ജോൺ, അദ്ദേഹവും ഒരു വൈദികനായിരുന്നു. അപ്പോൾ ഒരു വൈദിക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ, സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം അവസരം നൽകി. എന്നാൽ അതെല്ലാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുവാനായിട്ടുള്ള മുഖ്യ കാരണമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. എന്നാൽ അത് ശുശ്രൂഷയുടെ അടിസ്ഥാനമായിട്ട് ദൈവവചനം കഴിഞ്ഞാൽ സ്വീകരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അപ്രകാരമായിരുന്നു എന്ന് ഞാൻ പറയും. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച ഇടങ്ങളിൽ, സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അവിടെയുള്ള ആത്മീയ ശുശ്രൂഷകൾക്ക് വളരെയേറെ പ്രാധാന്യത്തോടെ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച സഭകളിലെ ജനങ്ങൾ, എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ, അവരുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും പ്രാർത്ഥനയും ഈ ശുശ്രൂഷയ്ക്ക് വരുവാനായിട്ട് മുഖാന്തരമായി ഭവിച്ചു. എന്നാൽ ജീവിതം ദൈവം നടത്തിയ വിധങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഭവം കൊണ്ട്, ഒരു അനുഭവം കൊണ്ട് ശുശ്രൂഷയ്ക്ക് വന്ന വ്യക്തി അല്ല. എന്നാൽ എൻ്റെ മാതാപിതാക്കന്മാർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ, എൻ്റെ ജന്മം മുതൽ എനിക്ക് വന്ന ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തമായിരിക്കുന്ന ഇടപെടൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എനിക്ക് വേർഡ് ടു വേർഡ് ചാനലിലെ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് എൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ തന്നെയാണ്. ഇതെൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു തന്നതാണ്. 8ാമത്തെ മാസത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് മുൻപ് ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ച ഒരു സഹോദരൻ ഏകദേശം 1-1.5 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ പിതാവ് കട്ടപ്പനയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ ജനനം. 1972 ഞാൻ ജനിച്ചത്. എൻ്റെ ജനനത്തിന് ശേഷം ശാരീരികമായിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എനിക്കുണ്ടായി. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അതിലുണ്ടായിരുന്നു. വളരെ ചുരുക്കി എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ. ഇതെൻ്റെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങളും സഹോദരിമാരും എന്നോട് പറഞ്ഞു തന്ന സംഭവമാണ്. ഞാൻ ജനിച്ച് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന് വൈദ്യശാസ്ത്രം വിധിച്ചതാണ്. എൻ്റെ അടക്ക ശുശ്രൂഷ നിർവഹിക്കുവാൻ ദക്ഷിണേന്ത്യ സഭയുടെ മുൻ മോഡറേറ്ററായിരുന്ന അഭിവന്യ KJ സാമുവൽ തിരുമേനി, അന്ന് കട്ടപ്പനയുടെ ഇടവകയായിരുന്ന പശുപ്പാറയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടമാണ്. PC ദേവസ്യ എന്ന പേരുള്ള എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാവായിരുന്ന ഏലിയാമ്മ ദേവസ്യ എന്ന് വിളിക്കുന്ന സുവിശേഷത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ഞങ്ങളെ ഒരുക്കുകയും എടുക്കുകയും ചെയ്ത ആ മാതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ രണ്ടാമതൊരു മരണം കൂടി ഉണ്ടായത് കട്ടപ്പന ദേശത്തെ മാത്രമല്ല, എൻ്റെ പിതാവ് സഞ്ചരിച്ച ഇടങ്ങളിലെ സുഹൃത്തുക്കളൊക്കെ ധാരാളം പേര് ശുശ്രൂഷയ്ക്ക് കടന്നു വന്നു. എൻ്റെ അടക്ക ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് എന്നെ ശവപ്പെട്ടിയിൽ കിടത്തി എന്നാണ് മാതാപിതാക്കന്മാർ പറഞ്ഞത്. ശുശ്രൂഷയുടെ ഇടയ്ക്ക് എൻ്റെ പിതാവിന് ധാരാളം വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. 1972 എന്ന് പറയുന്നത് KK റോഡിലൂടെയുള്ള, കുമളി കോട്ടയം റോഡിലുള്ള യാത്ര ദുഷ്കരമാണ്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ഡോക്ടർ തരിയൻ, എൻ്റെ അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അദ്ദേഹം വന്നിട്ട് ചെയ്ത കാര്യം ഇപ്രകാരമാണ്. എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചോ എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ പിതാവ് മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഇപ്രകാരം പറയുന്നു, എന്താണ് നാം ചെയ്യുക? കുറേ നേരം കഴിഞ്ഞ് വീണ്ടും ഈ ഡോക്ടർ വന്നിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു,
നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ ഒരു തോർത്തിൻ്റെ ഒരു നൂല് എനിക്ക് വേണം. എൻ്റെ പിതാവ് PC ദേവസ്യ ഉപദേശി, അന്ന് ഉപദേശിയായിരുന്നു, ഇന്ന് അദ്ദേഹം അച്ഛനാണ്. ഉപദേശി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പിതാവ് ഞങ്ങൾ അന്ന് കട്ടപ്പനയിൽ താമസിച്ചിരുന്ന പുല്ലുമേഞ്ഞ മിഷൻ വീടിൻ്റെ പുറകിൽ അന്ന് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തോർത്തിൻ്റെ നൂലെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഈ നൂലുമായിട്ട് എന്നെ കിടത്തിയിരുന്ന ശവപ്പെട്ടിയുടെ അടുക്കൽ വന്ന്, എൻ്റെ ഡെഡ് ബോഡിയുടെ അടുക്കൽ വന്ന് അദ്ദേഹം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ചെയ്തത് എൻ്റെ മൂക്കിൻ്റെ അറ്റത്തായി ആ നൂല് പിടിച്ചു. അല്പസമയം കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, കുഞ്ഞ് മരിച്ചിട്ടില്ല, നൂല് അനങ്ങുന്നുണ്ട്. വിലാപത്തിൻ്റെ ഭവനം സന്തോഷത്തിൻ്റെ ഭവനമായി മാറ്റപ്പെട്ടു. എൻ്റെ അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന അച്ഛന്മാരുൾപ്പെടെയുള്ള സമൂഹം പ്രാർത്ഥനയോടെ ആ ശവപ്പെട്ടിയിൽ നിന്ന് എൻ്റെ ശരീരം എടുത്ത് പ്രാർത്ഥിച്ചു എന്നാണ് കേൾക്കുന്നത്. അതിനുശേഷം കട്ടപ്പനയിലുള്ള ഗവൺമെൻറ് ആശുപത്രിയുടെ ഇൻക്യുബേറ്ററിൽ മാസങ്ങളോളം എന്നെ വെച്ചു. ശാരീരികമായിട്ടുള്ള ധാരാളം ബലഹീനതകൾ എനിക്ക് ഉണ്ടായിരുന്നതായി മാതാപിതാക്കന്മാരും എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് എൻ്റെ 2 കാലും തിരിഞ്ഞാണ് ഇരുന്നത്. സ്പീഡിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഓടുമ്പോൾ മുട്ട് രണ്ടും കൂട്ടിയിടിച്ച് തെറിച്ച് വീഴുന്ന ഒരു രീതി എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് എൻ്റെ കാലിൻ്റെ പ്രയാസങ്ങളൊക്കെ മാറിയത്. ധാരാളം ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ചെല്ലുന്നിടത്തെല്ലാം ഡോക്ടർമാർ പറയും, ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങളല്ലേ, നിങ്ങൾ ദൈവത്തോട് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈതലിൻ്റെ ബലഹീനതയെല്ലാം ദൈവം മാറ്റും എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അത്ഭുത ശിശുവായി ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പിതാവ് 16-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഹൈറേഞ്ചിലെ ഇടവകളിൽ, പിന്നീട് കോട്ടയം ജില്ലയിലെ ഇടവകളിലൊക്കെ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം അവസരം നൽകി. എനിക്ക് 3 സഹോദരങ്ങളും 2 സഹോദരിമാരുമാണ് ഉള്ളത്. 6 മക്കൾ അടങ്ങിയതായ കുടുംബം. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ കടന്നു വന്നിരുന്നു. എന്നാൽ അവിടെയെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കുടുംബമായി ഞങ്ങളെ നിലനിർത്തിയത് മാതാപിതാക്കന്മാരുടെ ദൈവത്തിലുള്ള ആശ്രയം തന്നെയാണ്. ദൈവം നടത്തിയ വിധങ്ങൾ ധാരാളം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എൻ്റെ പഠന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ, എൻ്റെ സ്കൂള് കാലഘട്ടത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആത്മീയ ശുശ്രൂഷകളിൽ സജീവമായി പങ്കെടുക്കുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച സഭകളിൽ, ഇടവകളിൽ സൺഡേ സ്കൂൾ അധ്യാപകനായി, ഗായസംഘത്തിൻ്റെ ലീഡറായി, യുവന പ്രസ്ഥാനത്തിൻ്റെ ലീഡറായി പ്രാർത്ഥനകളൊക്കെ നടത്തുവാനായിട്ടുള്ള അവസരങ്ങളും എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തടുത്ത പ്രദേശങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് കൺവെൻഷൻ യോഗങ്ങൾ നടക്കുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ബിനോയ് എന്നാണ് എന്നെ വിളിക്കുന്ന പേര്. ഒരുങ്ങുന്ന സമയത്ത് പിതാവ് പറയും, നീ എൻ്റെ കൂടെ ഇന്ന് വരണം, എൻ്റെ കൂടെ വരണം. അങ്ങനെ പിതാവിൻ്റെ യാത്രകളിൽ ഒരു സജീവ സാന്നിധ്യമായി ചിലയിടങ്ങളിലുമൊക്കെ പോകുവാനായിട്ട് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള നാലിന്നാക്കൽ സെൻറ്റ് പോൾസ് ഇടവകയിൽ എൻ്റെ പിതാവ് ഉപദേശിയായി സേവനം ചെയ്യുന്ന കാലഘട്ടമാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവക വിസിറ്റ് ചെയ്യാനായിട്ട് മധ്യകേരള മഹാ ഇടവകയിലെ അന്നത്തെ ബിഷപ്പായിരുന്ന അഭിവന്യ TS ജോസഫ് ബിഷപ്പ് ഞങ്ങളുടെ സൺഡേ സ്കൂൾ സന്ദർശിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് വലിയ ഒരു ദേവാലയം അവിടെ ഉണ്ട്. എന്നാൽ അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ആലയമാണ്. ചാണകം കൊണ്ട് മെഴുകിയ പ്രതലമുള്ള ഒരു ദേവാലയം. രാവിലെ 7:30 അഭിവന്യ TS ജോസഫ് ബിഷപ്പ് ഞങ്ങളുടെ സൺഡേ സ്കൂൾ സന്ദർശിക്കുകയാണ്.
സൺഡേ സ്കൂൾ സന്ദർശിച്ച സമയത്ത് ബിഷപ്പ് ഞങ്ങളോട് പറഞ്ഞ കഥ ശൗമേൽ ബാലൻ്റെ കഥയാണ്. ഈ കഥ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരുമേനി ഞങ്ങളോടെല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപദേശിമാരായി അച്ഛന്മാരായി പോകാൻ താല്പര്യമുണ്ട്? അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ഏറ്റവും മുൻപിൽ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ തല കുമ്പിട്ട് ഇരിക്കുന്നത് ഈ ബിഷപ്പ് കണ്ടു. TS ജോസഫ് തിരുമേനി അന്ന് ഞങ്ങൾക്ക് നേരെ നോക്കാനായിട്ട് പേടിയാണ്. കാരണം ബിഷപ്പുമാരുടെ രൂപവും ഭാവവും ഒക്കെ നമ്മളെ അന്ന് പേടിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ബിഷപ്പ് എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഉപദേശിയുടെ മകനല്ലേ, നിനക്ക് അച്ഛനാവണ്ടേ? അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് എൻ്റെ മറ്റ് സുഹൃത്തുക്കളോടുകൂടി നിർത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള ധാരാളം അനുഭവങ്ങൾ എൻ്റെ ബാല്യകാലത്തും തുടർന്നുള്ളതായ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പിതാവ് ഒരു ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആ ഇടവകയിൽ ഉണ്ടായി. ഞാൻ ഈ ചാനലിലൂടെ ആ ഇടവകയുടെ പേര് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തിരുവല്ല മാർത്തോമ കോളേജിൽ എൻ്റെ ഉപരിപഠനം ഞാൻ നടത്തുന്ന കാലഘട്ടം സഭയിലുണ്ടായ ഒരു ചെറിയ പ്രയാസം, എൻ്റെ സഹോദരങ്ങളും ഞാനുമൊക്കെ പിതാവ് ചെല്ലുന്ന ഇടങ്ങളിൽ സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം വഹിക്കുവാനായിട്ടുള്ള അവസരം ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെ പതിവ് പോലെ ആ ആലയത്തിൽ അല്ലെങ്കിൽ ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങൾ അവിടുത്തെ ആത്മീയ ശുശ്രൂഷകളിൽ നിന്ന്, ആരാധന ഒഴികെയുള്ള മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് കുറേ നാളത്തേക്ക് മാറി നിൽക്കാൻ ഉള്ള സന്നദ്ധത അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഇടവകയ്ക്ക് ഔട്ട് സ്റ്റേഷൻസായിട്ട് ഏകദേശം ഒരു 3-4 ഉപസഭകളും ഉണ്ടായിരുന്നു. അവിടെ ഒരു സഭയിൽ നാളുകളായിട്ട് ഉപദേശിമാരില്ലാതെ, ശുശ്രൂഷ എടുക്കാൻ ആൾക്കാരില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ സഭയും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ അന്നും ഉണ്ടായിരുന്നു, സഭയുടെ ആരംഭകാലം മുതൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പിതാവ് ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഈ ഉപസഭയിൽ ശുശ്രൂഷയ്ക്ക് ആളില്ലാതെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണെങ്കിലും നമ്മുടെ ഇടവപ്പള്ളിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ മക്കളെ, നിങ്ങൾ ആരാധനയിൽ മാത്രം സജീവമായിട്ട് നിൽക്കുന്നുള്ളൂ, മറ്റിടവുകളിൽ ചെയ്തതുപോലെ സംഘടനകളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, അടുത്ത ഞായറാഴ്ച ആ ദേവാലയത്തിൽ ആരാധന എടുക്കുവാൻ നീ പോകണം എന്ന് എന്നോട് എൻ്റെ പിതാവ് ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യമൊക്കെ ഒത്തിരി പ്രയാസം തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞു, ഇടവയിൽ അച്ഛൻ്റെ മകൻ ഉപസഭയിലെ ഒരു ശുശ്രൂഷ നടത്താൻ ചെല്ലുന്നത് ആ സഭക്കാർക്ക് പിടിച്ചില്ല എങ്കിൽ പിന്നീട് അത് അപ്പച്ചന് ഇരിക്കുന്നത് കൊണ്ട് പ്രയാസം വരും എന്നുള്ള ചിന്ത ഞാൻ ഷെയർ ചെയ്തു. എൻ്റെ മാതാവും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. മാതാവും പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, എന്തായാലും അപ്പച്ചൻ പറഞ്ഞതല്ലേ, നീ പ്രാർത്ഥനയോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ഞായറാഴ്ച വന്നു. ഞാൻ രാവിലെ 8:30 ആ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു ചെന്നു. ആരാധന കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ആൾക്കാരുള്ള ഒരു കൊച്ചു ദേവാലയമാണ്. ഏകദേശം ഒരു 16 കുടുംബങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന യുവജനങ്ങളെ കുറച്ച് പേരെ കൂട്ടി അവരെ പാട്ട് പഠിപ്പിക്കുവാനായിട്ട് അല്പസമയം വേർതിരിച്ചു. അവർക്ക് പാട്ട് 1-2 ഞങ്ങളുടെ സഭയുടെ കീർത്തനങ്ങൾ, ഗീതങ്ങൾ അടങ്ങിയ പാഠ്യപുസ്തകത്തിലെ ചില പാട്ടുകൾ അവരെ പഠിപ്പിച്ചു. അതിനുശേഷം ആ സഭയിലെ ചർച്ച് വാർഡൻ, ഞങ്ങൾ കൈക്കാരൻ എന്ന് വിളിക്കും, ചർച്ച് വാർഡൻ എന്നെ ലഞ്ചിന് വിളിച്ചു. ഞാൻ ലഞ്ചിന് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ലഞ്ച് കഴിച്ചിട്ട് ഞാൻ തിരികെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോയി. അന്ന് വൈകുന്നേരം
ഒരു 6 മണി ആയപ്പോൾ ഒരു 2 ജീപ്പ് നിറച്ച ആൾക്കാർ എൻ്റെ പിതാവിനെ കാണാൻ വന്നു ആ സഭയിൽ നിന്ന്. അവർ വരുന്ന കണ്ടപ്പോൾ മാതാവ് ചോദിച്ചു, എന്താടാ ബിനോയ്, നീ ഇന്ന് ചെന്നിടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവരെല്ലാവരും വന്നിരിക്കുന്നു, എനിക്കും പ്രയാസമായി, എന്താണ് വന്ന് പറയുന്നത് എന്നറിയില്ല. എന്നാൽ അവർ എല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് ഇരുന്ന് എൻ്റെ മാതാവ് അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എൻ്റെ പിതാവ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി ആരെയും അച്ഛൻ അങ്ങോട്ട് ഉപദേശിയായിട്ട് വിടണ്ട, അച്ഛൻ്റെ മകനെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ല മാർത്തോമ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏകദേശം ഒരു 1.5 വർഷം ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് ഇരിക്കുവാൻ ദൈവം അവസരം നൽകി. മാർത്തോമ കോളേജിലെ ആത്മീയ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് SCM, ക്യാമ്പസ് ക്രൂസൈഡ് തുടങ്ങിയ സംഘടനകളുടെ ശക്തമായ പിന്തുണയും അതിൽ ഒരു പങ്ക് വഹിക്കുവാനായിട്ട് ദൈവം അവസരം നൽകിയതുമൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ എനിക്ക് കാരണങ്ങളായി മാറി. തിരുവല്ല മാർത്തോമ കോളേജിലെ ചാപ്പലിൽ വെച്ചാണ് പൂർണ്ണമായി ഫുൾ ടൈം ഒരു സുവിശേഷകനായി, പുരോഹിതൻ ആകുവാനുള്ള സമർപ്പണമായിരുന്നില്ല അത്. ഒരു SCMൻ്റെ കോൺഫറൻസിൽ രാത്രി ഒരു 8:30 ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. അതിനുശേഷം എൻ്റെ പിതാവിനോടും മാതാവിനോടും സഹോദരങ്ങളോടും ഞാൻ ഈ വിവരമൊന്നും പറഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ മഹായിടവകയിൽ, മധ്യകേരള മഹായിടവകയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി പഠനത്തിന് വേണ്ടി എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ഞങ്ങളുടെ സഭയുടെ മഹായിടവകയുടെ ഔദ്യോഗിക മാസികയായിരിക്കുന്ന ജ്ഞാനനിക്ഷേപത്തിൽ അതിൻ്റെ അറിയിപ്പ് വരും. അങ്ങനെ ആ മാസം വന്ന ജ്ഞാനനിക്ഷേപത്തിൽ പരസ്യം കണ്ടു. ഞാൻ എൻ്റെ പിതാവിനോടും മാതാവിനോടും ഒരു ദിവസം രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം പരിപൂർണമായി കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്, എനിക്ക് അപേക്ഷ കൊടുക്കണം. മധ്യകേരള മഹായിടവകയുടെ ഒരു പട്ടക്കാരനായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഈ ആവശ്യവുമായിട്ട് ആരുടെയും അടുക്കൽ പോകരുത്, ആരുടെയും സഭയുടെ ഔദ്യോഗിക ഭാരവാഹികളെ ചെന്ന് കാണാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം എൻ്റേത് മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു പുരോഹിതനാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വരച്ച വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം മുഖാന്തരമായി തീർന്നത്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ മാത്രമേ അതിനകത്തുള്ളൂ. തീർച്ചയായിട്ടും മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന അതിനകത്തുണ്ട്, പിന്തുണയുണ്ട്. എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകർ, പ്രത്യേകിച്ച് എൻ്റെ സ്കൂളിൽ ഞാൻ ആദ്യം പഠിച്ച നാലുനാക്കൽ കണ്ണഞ്ചിറയിലുള്ള CMS LP സ്കൂളിലെ എൻ്റെ ആദ്യത്തെ അധ്യാപിക, ബഹുമാനപ്പെട്ട ഗ്രേസി ടീച്ചർ, ക്ലാസ്സിൽ വേദപുസ്തകം വായിപ്പിക്കുകയും ഞങ്ങളെ പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്തതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം എന്നെ അവിടെ തന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു ആനിയമ്മ ടീച്ചറുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ സഭയിലെ ഒരു ഗായകസംഘത്തിൽ ആദ്യമായിട്ട് പാടുന്നത്. അന്ന് ഗായകസംഘത്തിൽ പാട്ടുകൾ പഠിപ്പിച്ച വടവാതൂർ ഇടവകയുടെ അംഗമായിരുന്ന ജേക്കബ് പി. എലിയാസ, തങ്കച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കും, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. അതിനുശേഷം എൻ്റെ പിതാവ്, മാതാവും സഹോദരങ്ങളും ശുശ്രൂഷിച്ച പന്നിമറ്റം ഇടവകയിലെ സൺഡേ സ്കൂൾ, എന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച മേഴ്സി മാമ, മേഴ്സി ടീച്ചർ, അങ്ങനെ ധാരാളം അധ്യാപക ശ്രേഷ്ഠർ, സൺഡേ സ്കൂൾ അധ്യാപകർ, എൻ്റെ ദൈവവും എൻ്റെ മാതാപിതാക്കന്മാരും കഴിഞ്ഞാൽ ഈ ശുശ്രൂഷയിലേക്ക് വരുവാൻ
എന്നെ സജ്ജമാക്കിയവരാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് അല്ല ഇന്ന് ഈ വേഷവുമായിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഞങ്ങളുടെ മഹായിടവകയുടെ ബിഷപ്പന്മാരായിരുന്ന അഭിമന്യ സാം മാത്യു ബിഷപ്പ്, അതിനുശേഷം ശുശ്രൂഷയിലായിരുന്ന ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ അഭിമന്യ തോമസ് സാമുവേൽ ബിഷപ്പ്, ഇപ്പോൾ ഞങ്ങളുടെ മഹായിടവയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ മലയിൽ സാബുക്കോശി ചെറിയാൻ ബിഷപ്പ്, ഇവരെല്ലാം ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഭാഗമായി ആവശ്യമായിരിക്കുന്ന കൈത്താങ്ങൽ നൽകിയവരും നൽകുന്നവരുമാണ്. അത് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവികമാണ്. ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ദൈവ വിളി എന്നാണല്ലോ. എന്താണ് ദൈവവിളി? ദൈവം നമ്മളോട് വ്യക്തികളിലൂടെ, ചില മുഖാന്തരങ്ങളിലൂടെ നമ്മളോട് ഇടപെടും. എൻ്റെ ബാല്യകാലത്ത് ജനന സമയത്ത് ഉണ്ടായ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ അല്പം ഒന്ന് പങ്കുവച്ചല്ലോ. തുടർന്നുള്ള ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം ആയിരുന്ന, എൻ്റെ സഹോദരങ്ങളോടൊപ്പം ഞങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവം അറിയാതെ എന്നിൽ പ്രവർത്തിച്ചു എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.